ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ ആക്ടിവിറ്റി 1 നിങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരം എഴുതേണ്ട ചോദ്യമാണ്, നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ആക്ടിവിറ്റി 2 മുതൽ 7 വരെയുള്ളതിൽ 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 2 പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ആക്ടിവിറ്റി 1 നിങ്ങൾക്ക് പുറത്ത് നിന്ന് ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. ഈ പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക. ഇതിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് താഴെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു പാരഗ്രാഫിൻ്റെ ഉള്ളിലാണുള്ളത്. സോ ശ്രദ്ധിച്ച് ഈ പാരഗ്രാഫ് വായിക്കാം. സാറ ഓൾവേസ് ക്യാരിഡ് എ സ്മോൾ വോൺ ടെഡി ബിയർ ഇൻ ഹെർ ബാക്ക് പാക്ക്. വോൺ ടെഡി എന്ന് പറഞ്ഞാൽ ഒരു പഴകിയ ടെഡിയാണ്. ഇറ്റ് വാസ് മിസ്സിങ് എൻ ഐ ആൻഡ് സം ഓഫ് ഇറ്റ്സ് ഫർ വാസ് ത്രെഡ് ബെയർ. അതിൻ്റെ ഒരു ഐ കാണാനുമില്ല. അതിൻ്റെ തൂവലുകൾ, അതിൻ്റെ തൊപ്പുകൾ ഉണ്ടാവില്ല ടെഡീൻ്റെ, അത് കുറച്ചൊരു ഇങ്ങനെ നൂല് പൊന്തിക്കിടക്കുന്നുമുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഹെർ മോസ്റ്റ് പ്രൈസ്ഡ് പൊസിഷൻ. പക്ഷേ അവളുടെ കയ്യിൽ ഏറ്റവും വില കൂടിയ വസ്തു, അവളുടെ സ്വന്തം എന്ന് പറയുന്നത് ഈ ഒരു ടെഡിയാണ്. ഹെർ ഡാഡ് ഹാഡ് ഗിവൺ ഇറ്റ് ടു ഹെർ വെൻ ഷീ വാസ് എ ബേബി. അവൾ കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ അച്ഛൻ നൽകിയതാണ് ഇത്. He would called it Patches and it had been his nickname for her too. അവളുടെ അച്ഛൻ അതിനെ പാച്ചസ് എന്നാണ് വിളിച്ചിരുന്നത്. അവളും അതിൻ്റെ നിക്നെയിം പാച്ചസ് എന്നാണ് ഇട്ടത്. ബിക്കോസ് ഷീ ഓൾവേസ് ഹാഡ് സ്ക്രേപ്സ് ആൻഡ് ബ്രൂയിസസ് ഫ്രം പ്ലേയിങ് ഔട്ട്സൈഡ്. കാരണം അവൾക്ക് പുറത്ത് നിന്ന് കളിക്കുമ്പോൾ ഒരുപാട് മുറിവുകളും, സ്ക്രേപ്സ് എന്ന് പറഞ്ഞാൽ മുറിവുകൾ, ആൻഡ് ബ്രൂയിസസ് എന്ന് പറഞ്ഞാൽ നീല കളറിലെ പാടുകളും ഉണ്ടായിരുന്നു. ഹി ഹാഡ് പാസ്ഡ് എവേ ഫ്യൂ ഇയേഴ്സ് എഗോ. അവളുടെ അച്ഛന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. ആൻഡ് പാച്ചസ് വാസ് ദി ഓൺലി തിങ് ഷീ ഹാഡ് ലെഫ്റ്റ് ഫോർ ഹിം. പാച്ചസ് മാത്രമാണ് അവളുടെ അച്ഛൻ്റെ ഒരു ഓർമ്മ പോലെ അവളുടെ കയ്യിൽ ബാക്കിയായിട്ടുള്ളത്. സംടൈംസ് വെൻ ഷീ ഫെൽ സാഡ്, ചില സമയത്ത് അവൾ വിഷമിച്ചിരിക്കുമ്പോൾ, ഷീ വുഡ് റീച്ച് ഇൻ ടു ഹെർ ബാക്ക് പാക്ക് ആൻഡ് ഹോൾഡ് ദറ്റ് ബിയർ ടൈറ്റ്. അവൾ ബാക്ക് പാക്കിൽ നിന്ന് ഈ ഒരു ടെഡിനെടുത്ത് നല്ല ടൈറ്റായിട്ട് പിടിക്കും. The soft, familiar fur reminded her of his warm hugs and his playful smile. അങ്ങനെ ആ കെട്ടിപ്പിടിക്കുന്നതിലൂടെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടെഡീൻ്റെ തൂവൽ അവളുടെ അച്ഛൻ്റെ ഈ ഒരു ചൂടുള്ളൊരു ഹഗ്ഗും കെട്ടിപ്പിടുത്തവും അച്ഛൻ്റെ നല്ല ഒരു സ്മൈലും ചിരിയൊക്കെ അവളെ ഓർമ്മപ്പെടുത്തും. പാച്ചസ് വാസൻ ജസ്റ്റ് എ ടോയ്. പാച്ചസ് ജസ്റ്റ് അവൾക്കൊരു കളിപ്പാട്ടം മാത്രമല്ല, ഇറ്റ് വാസ് എ പീസ് ഓഫ് ഹെർ ഡാഡ്. അത് അവളുടെ അച്ഛൻ്റെ ഒരു ഭാഗം കൂടിയാണ്. സോ ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഈ കുട്ടിക്ക് പാച്ചസ് എന്ന് പറഞ്ഞ ടെഡിനെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് വളരെ വിലപ്പെട്ടതാണ്. കാരണം എന്താണ്? അവളുടെ അച്ഛൻ്റെ ഒരു ഓർമ്മയാണത്. അച്ഛൻ സമ്മാനിച്ചൊരു ഗിഫ്റ്റാണത്. സോ നമുക്കിനി ചോദ്യങ്ങൾ വായിക്കാം. ക്വസ്റ്റ്യൻ 1. വാട്ട് ഐറ്റം ഡസ് സാറ കീപ് ആസ് എ മെമ്മറി ഓഫ് ഹെർ ഡാഡ്? അവളുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് സാറ എന്താണ് സൂക്ഷിച്ച് വെച്ചിരുന്നത്? എ ഫോട്ടോഗ്രാഫ്, എ ടെഡി ബിയർ, എ ബേസ്ബോൾ ക്യാപ്പ്, എ പോക്കറ്റ് നൈഫ്. ആൻസർ ഓപ്ഷൻ ബി, എ ടെഡി ബിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ടെഡി ബിയർസ് നെയിം? ടെഡി ബിയറിൻ്റെ പേരെന്താണ്? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, പാച്ചസ്. ആൻസർ പാരഗ്രാഫിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ഒന്നുകൂടെ പാരഗ്രാഫ് വായിക്കുക, വീണ്ടും ചോദ്യം വായിച്ച് നോക്കുക. ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മാർക്ക് മിസ് ഔട്ട് ആക്കരുത്. ചോദ്യം 3. വൈ ഡിഡ് സാറാസ് ഡാഡ് കോൾ ഹിർ പാച്ചസ്? സാറയുടെ ഡാഡ് എന്തുകൊണ്ടാണ് പാച്ചസ് എന്ന് ടെഡിനെ വിളിക്കാൻ കാരണം? കാരണം അവൾക്ക് എപ്പോഴും കളിക്കുമ്പോഴും മുറിവുകളും പാടുകളും ഉണ്ടായത് കൊണ്ടാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബിക്കോസ് ഷീ ഓൾവേസ് ഹാഡ് സ്ക്രേപ്സ് ആൻഡ് ബ്രൂയിസസ്. അടുത്തത് ക്വസ്റ്റ്യൻ 4. ഹൗ ഡസ് സാറ ഫീൽ അബൌട്ട് ദി ടെഡി ബിയർ? ടെഡി ബിയറിനെ കുറിച്ച് എന്താണ് സാറയ്ക്ക് തോന്നുന്നത്? അനോയിഡ്, ഇൻഡിഫറൻറ്റ്, പ്രൈസ്ഡ് ആൻഡ് കംഫർട്ടിങ്, സ്കെയർഡ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം പ്രൈസ്ഡ് ആൻഡ് കംഫർട്ടിങ്. വില മതിക്കുന്നതും നല്ലൊരു കംഫേർട്ട് നൽകുന്നതുമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്തത് 5ാമത്തേത്. വാട്ട് ഡസ് ദ ടെഡി ബിയർ സിംബലൈസ് ഫോർ സാറ? സാറയ്ക്ക് അവളുടെ ടെഡി ബിയർ എന്താണ് സൂചിപ്പിക്കുന്നത്? എ ടോയ്, ഒരു കളിപ്പാട്ടം, എ പീസ് ഓഫ് ഹെർ ഡാഡ്, അവളുടെ അച്ഛൻ്റെ ഒരു ഭാഗം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണല്ലേ, എ പീസ് ഓഫ് ഹെർ ഡാഡ്. ആക്ടിവിറ്റി 1 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി 2ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ടെലിഫോണിക് കോൺവെർസേഷൻ തയ്യാറാക്കാനാണ്. ആഫ്റ്റർ വിസിറ്റിംഗ് ദി ഓർഫനേജ്, മരിയോ പീസ് കോൾസ് ഹെർ സിസ്റ്റർ ഹെലൻ ഹിലാരിയോ ഓവർ ടെലിഫോൺ.
ഓർഫനേജ് സന്ദർശിച്ചതിന് ശേഷം മേരി അവളുടെ സിസ്റ്ററായിട്ട് ഹെലനെ ടെലിഫോണിലൂടെ വിളിച്ചു. വാട്ട് കുഡ് ബി ദി ലൈക്ലി ടെലിഫോണിക് കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹെലിന, ഹിലാരിയോ ആൻഡ് മേരിയോ പീസ്? മേരിയോവും ഹിലാനിയും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ തയ്യാറാക്കാം. മേരിയ: ഹലോ ഹെലിന, ഐ വെൻറ്റ് ടു ആൻ ഓർഫനേജ് ടുഡേ. ഞാൻ ഇന്ന് ഓർഫനേജിൽ പോയി. ഹെലിന: റിയലി? ശരിക്കും? ദാറ്റ്സ് നൈസ്. ഹൗ വാസ് യുവർ വിസിറ്റ്? എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ ഒരു സന്ദർശനം? മേരിയോ: ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഇത് നല്ലൊരു അനുഭവമാണ്. വി ഗേവ് ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ടു ദി ചിൽഡ്രൻ. ഞങ്ങൾ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും കൊടുത്തു. ദേ വെർ വെരി ഹാപ്പി. അവർക്ക് നല്ല സന്തോഷവുമായി. ഹെലീന: ദാറ്റ്സ് വണ്ടർഫുൾ. അത് നന്നായിട്ടുണ്ട്. ഡിഡ് യു എൻജോയ് സ്പെൻഡിങ് ടൈം വിത്ത് ദം? നിങ്ങൾ അവരുടെ കൂടെ സമയം ചിലവഴിക്കുന്നത് ആസ്വദിച്ചോ? മേരിയോ: യെസ് ഐ ഡിഡ്. അതെ. ബട്ട് ഐ സോ വൺ ബോയ് ഹൂ ലുക്ക്ഡ് സാഡ്. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കുട്ടി മാത്രം വിഷമിച്ചിരിക്കുന്നത് കണ്ടു. ഹെലീന: ഓ, ഡിഡ് യു ടോക്ക് ടു ഹിം? നീ അവനോട് സംസാരിച്ചോ? മേരിയോ: യെസ് ഐ ആസ്ക്ഡ് ഹിം വാട്ട് ഹി വാണ്ടഡ്. ഞാൻ ആ കുട്ടിയോട് ചെന്ന് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? ഹി സെഡ് ഹി വാണ്ടഡ് എ യെല്ലോ അംബർല. അവനൊരു യെല്ലോ കളറിലുള്ള അംബർലയാണ് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു. ഹെലീന: എ യെല്ലോ അംബർല? വൈ ഡസ് ഹി വാണ്ട് ദാറ്റ്? ഒരു യെല്ലോ അംബർലയാണോ? അത് എന്തുകൊണ്ടായിരിക്കും അവൻ അത് ആവശ്യമുള്ളത്? മേരിയോ: ഹി ടോൾഡ് മീ ദാറ്റ് ഹി കെയിം ഹിയർ വിത്ത് ഹിസ് ഫാദർ ഓൺ എ റെയിനി ഡേ. അവൻ ഇവിടെ അവൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു മഴയുള്ള ദിവസമാണ് വന്നത്. ഹിസ് ഫാദർ ഹാഡ് എ യെല്ലോ അംബർല. അവൻ്റെ അച്ഛന് ഒരു യെല്ലോ അംബർല ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഹിസ് ലാസ്റ്റ് മെമ്മറി ഓഫ് ഹിസ് ഫാദർ. അവൻ്റെ അച്ഛനെ കുറിച്ചുള്ള അവൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഓർമ്മയാണത്. ഹെലീന: ദാറ്റ്സ് വെരി സാഡ്. അതൊരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മേരിയോ: യെസ് ഐ ഫീൽ സോറി ഫോർ ഹിം. അത് എനിക്കും അവനോട് വിഷമം തോന്നി. ഐ എം പ്ലാനിങ് ടു ബൈ ഹിം എ യെല്ലോ അംബർല സൂൺ. ഞാൻ അവന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു യെല്ലോ അംബർല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. ഹെലീന: ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. ഹി വിൽ ബി വെരി ഹാപ്പി. അത് നല്ലൊരു കാര്യമാണ്. അവന് ഇത് വാങ്ങിക്കൊടുത്താൽ നല്ല സന്തോഷവാനാവും. മേരിയോ: ഐ ഹോപ്പ് സോ. ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ ബൈ. ഹെലീന: ബൈ, ടേക്ക് കെയർ എന്ന് പറഞ്ഞ് നമ്മുടെ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ആക്ടിവിറ്റി 3 തോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് ഡൗൺ വാട്ട് റെഞ്ചി മൈറ്റ് ബി തിങ്കിങ് വെൻ ഹി സ്റ്റെപ്സ് അപ്പ് ടു ബാറ്റ് ഇൻ ദി ഫൈനൽ മാച്ച് വിത്തൗട്ട് ദി ലക്കി ബാറ്റ്. എന്തൊക്കെയായിരിക്കും രഞ്ജിയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകുന്ന ചിന്തകൾ വെന് അവൻ്റെ ലക്കി ബാറ്റ് ഇല്ലാതെ ഫൈനൽ മാച്ചിന് പോയപ്പോൾ? ഇൻക്ലൂഡ് ഹിസ് ഇനീഷ്യൽ വെറീസ്, ഹൗ ഹി റിമെമ്പേഴ്സ് മിസ്റ്റർ കുമാർസ് അഡ്വൈസ് ആൻഡ് ഹൗ ഇറ്റ് ചേഞ്ചസ് ഹിസ് മൈൻഡ് സെറ്റ് വൈൽ ഫേസിംഗ് ദി ബൗളർ. അവൻ ഈ ഫൈനൽ മാച്ചിന് ആദ്യത്തിൽ ഉണ്ടായിട്ടുള്ള പേടികൾ, പിന്നെ മിസ്റ്റർ കുമാറിൻ്റെ അഡ്വൈസുകളൊക്കെ അവൻ ഓർത്തെടുത്തത്, പിന്നെ അവൻ്റെ മനസ്സ് അവൻ മാറ്റിയെടുത്തത്, അങ്ങനെ ബൗളറിനെ അവന് ഫേസ് ചെയ്തത്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ രഞ്ജിയുടെ ചിന്തകളാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. ടുഡേ ഈസ് ദി ഫൈനൽ മാച്ച്. ഇന്നാണ് ഫൈനൽ മാച്ച് നടക്കുന്നത്. ആൻഡ് ഐ ഫീൽ നെർവസ്. എനിക്ക് പേടിയാവുന്നുണ്ട്. ഐ ഡോണ്ട് ഹാവ് മൈ ലക്കി ബാറ്റ് വിത്ത് മീ. എന്നോടൊപ്പം എൻ്റെ ലക്കി ബാറ്റ് ഇല്ല. ഐ എം വെറീഡ് ബിക്കോസ് ഐ ഓൾവേസ് ബിലീവ്ഡ് ദാറ്റ് മൈ ലക്കി ബാറ്റ് ഹെൽപ്ഡ് മീ പ്ലേ വെൽ. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ലക്കി ബാറ്റാണ് എപ്പോഴും എന്നെ നന്നായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. വിത്തൗട്ട് ഇറ്റ്, അതില്ലാതെ ഐ ഫീൽ ലെസ് കോൺഫിഡൻറ്റ്. എനിക്ക് തീരെ കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല. വാട്ട് ഇഫ് ഐ ഫെയിൽ ഇൻ ദിസ് ഇമ്പോർട്ടൻറ്റ് മാച്ച്. ഞാൻ ഈ പ്രധാനപ്പെട്ട ഈ ഒരു കളിയിൽ തോറ്റാൽ എന്ത് ചെയ്യും? ബട്ട് ദെൻ ഐ റിമെമ്പർ മിസ്റ്റർ കുമാർസ് അഡ്വൈസ്. അപ്പോഴാണ് ഞാൻ കുമാർസിൻ്റെ അഡ്വൈസ് ഞാൻ ഓർത്തത്. ഹീ ടോൾഡ് മീ ദാറ്റ് എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദി ബാറ്റ്സ്മാൻ ഹാസ് മാജിക് ഇൻസൈഡ് ഹിം. ഒരു ബാറ്റിന് മാച്ച് ഉണ്ടാവണമെങ്കിൽ ആ ഒരു ബാറ്റ്മാനും അവൻ്റെ ഉള്ളിൽ ഒരു മാജിക് ഉണ്ടായിരിക്കണം. ഹിസ് വേർഡ് ഗിവ് മീ സ്ട്രെങ്ത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് സ്ട്രെങ്ത് നൽകി. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദി ബാറ്റ് ദാറ്റ് മേക്സ് മീ എ ഗുഡ് പ്ലെയർ. എനിക്ക് മനസ്സിലായി, ഒരു ബാറ്റ് മാത്രമല്ല നല്ലൊരു കളിക്കാരനെ ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് മൈ ഹാർഡ് വർക്ക്, കോൺഫിഡൻറ്റ് ആൻഡ് പ്രാക്ടീസ് ദാറ്റ് മാറ്റർ. അതെൻ്റെ കഠിനാധ്വാനവും കോൺഫിഡൻറ്റും, അതായത് ആത്മവിശ്വാസവും പ്രാക്ടീസും ഒക്കെയാണ്. നൗ ഐ
ഫീൽ സ്ട്രോങ്ങർ ആൻഡ് മോർ കോൺഫിഡൻറ്റ്. ഇപ്പോൾ ഞാൻ കൂടുതൽ സ്ട്രോങ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും തോന്നുന്നുണ്ട്. ദിസ് ഈസ് മൈ ചാൻസ് ടു പ്രൂവ് മൈസെൽഫ്. ഇത് എനിക്ക് എന്നെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ആണ്. ഐ സ്റ്റെപ്പ് ഫോർവേഡ് ടു ഫേസ് ദി ബൗളർ വിത്ത് കറേജ്. ഞാൻ ധൈര്യത്തോടെ ഈ ബൗളറിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കുകയാണ്. ഐ ബിലീവ് ഇൻ മൈസെൽഫ്. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. ആൻഡ് ഐ റെഡി ടു പ്ലേ മൈ ബെസ്റ്റ് ആൻഡ് വിൻ ദി മാച്ച്. ഞാൻ എൻ്റെ ഏറ്റവും നല്ല രീതിക്ക് കളിക്കാനും ഈ മാച്ചിൽ ജയിക്കാനും വേണ്ടിയിട്ട് തയ്യാറാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ തോട്ട്സിൽ എഴുതിയിട്ടുള്ളത്. അടുത്തത് ആക്ടിവിറ്റി 4 പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഡിസൈൻ എ പോസ്റ്റർ ഫോർ വേൾഡ് റെഫ്യൂജി ഡേ ഇൻസ്പയർഡ് ബൈ ജോസഫ് സ്റ്റോറി ഫ്രം ദി യെല്ലോ അംബർല. വേൾഡ് റെഫ്യൂജി ഡേ ആസ്പദമാക്കിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജോസഫിൻ്റെ സ്റ്റോറി, ദ യെല്ലോ അംബർല എന്ന കഥയിൽ ജോസഫിൻ്റെ കഥ കേട്ടിട്ട് അതിൽ നിന്നും ഇൻസ്പയർഡ് ആക്കിയിട്ടാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. യുവർ പോസ്റ്റർ ഷുഡ് സെലിബ്രേറ്റ് ദി റിസൈലൻസ് ആൻഡ് ഹോപ്പ് ഓഫ് റെഫ്യൂജീസ്. ഈ റെഫ്യൂജീസിൻ്റെ ഒരു നിശബ്ദതയും അവരുടെ ഈ ഒരു പ്രതീക്ഷയും ഒക്കെയാണ് നിങ്ങളുടെ പോസ്റ്ററിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ഇൻക്ലൂഡ് സിംബൽസ് ലൈക്ക് ദി അംബർല വിച്ച് സ്റ്റാൻഡ്സ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് മെമ്മറി. നിങ്ങൾ അംബർലയുടെ സൈനൊക്കെ അതിൽ വരച്ച് വെക്കുക. അതെന്താണ്? പ്രൊട്ടക്ഷൻ്റെയും ഓർമ്മയുടെയും ഒക്കെ ഒരു സിമ്പിളാണല്ലോ. എലോങ് വിത്ത് മെസ്സേജ് ഓഫ് സോളിഡാരിറ്റി, സപ്പോർട്ട് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻ വെൽക്കമിങ് റെഫ്യൂജീസ്. അങ്ങനെ റെഫ്യൂജീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെയുള്ള അവരുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അവരുടെ കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നല്ല ബോക്സൊക്കെ വരച്ചിട്ട് ഇൻവേർട്ടഡ് കോമയിലൊക്കെ ആക്കിയിട്ട് സെൻറ്റൻസ് വലുതാക്കിയിട്ടൊക്കെ എഴുതുക. നിങ്ങൾ കുറച്ച് ചിത്രങ്ങളും, അതായത് ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അംബർലയുടെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് നിങ്ങളുടെ പോസ്റ്റർ കൂടുതൽ മനോഹരമാക്കുക. പോസ്റ്ററിൽ നമുക്ക് എഴുതാം, വേൾഡ് റെഫ്യൂജി ഡേ ഈസ് ഒബ്സർവ്ഡ് ടു റെസ്പെക്റ്റ് ആൻഡ് റിമെമ്പർ റെഫ്യൂജീസ് അറൗണ്ട് ദി വേൾഡ്. വേൾഡ് റെഫ്യൂജി ഡേ ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളെ ആദരിക്കുകയും ഓർക്കുകയും ചെയ്യുന്നതിനായി ആചരിക്കുന്ന ദിവസമാണ്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദെയർ സ്ട്രഗിൾസ് ആൻഡ് ഫീലിങ്സ്. ഇത് അവരുടെ കഷ്ടപ്പാടുകളും വികാരങ്ങളും ആളുകൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ദിസ് ഡേ ആൾസോ ഹോണേഴ്സ് ദെയർ ബ്രേവറി ആൻഡ് സ്ട്രെങ്ത് ആസ് ദേ ട്രൈ ടു റീബിൽഡ് ദെയർ ലിവ്സ് ഇൻ എ ന്യൂ പ്ലേസ്. പുതിയ സ്ഥലങ്ങളിൽ ജീവിതം പുനർനിർമ്മിക്കാൻ അവർ കാണിക്കുന്ന ധൈര്യത്തെയും ശക്തിയെയും ഈ ദിവസം ആദരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. മറക്കരുത്, നിങ്ങൾ ഇത് വലിയൊരു ബോക്സിലാക്കിയിട്ട് സെൻറ്റൻസ് ഒക്കെ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലാക്കിയിട്ട് എഴുതണം. കുറച്ച് ചിത്രങ്ങളും നിങ്ങൾ ആഡ് ചെയ്യണം. ആക്ടിവിറ്റി 5 ലെറ്റർ റൈറ്റിംഗ് ആണ്. കത്ത് എഴുതാനാണ്. ഇമാജിൻ യു ആർ ടോട്ടോ ചാൻ പെന്നിങ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ഹൂ മിസ് അവർ അമേസിംഗ് സ്കൂൾ ട്രിപ്പ്. നിങ്ങൾ ടോട്ടോ ചാൻ ആണെന്ന് കരുതിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ സ്കൂൾ ട്രിപ്പ് മിസ്സാക്കിയ ഒരു കൂട്ടുകാരന് നിങ്ങൾ ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഡിസ്ക്രൈബ് ഓൾ ദി ഫൺ ആൻഡ് എക്സൈറ്റിംഗ് മൊമെൻറ്റ്സ് വിത്ത് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ യുവർ യുണീക്ക് എക്സ്പീരിയൻസ് അറ്റ് ദി ഹോട്ട് സ്പ്രിംഗ് ഇൻ ദി സീ. നിങ്ങൾക്ക് യാത്രയിൽ ഉണ്ടായിട്ടുള്ള ഫണ്ണും തമാശകളും രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം ലെറ്റർ എഴുതേണ്ടത്. മാത്രമല്ല ഇതിൽ നിങ്ങളുടെ ഹോട്ട് സ്പ്രിംഗ്, കടലിൽ ഹോട്ടായിട്ടുള്ള നല്ല ചൂടുള്ള കാലാവസ്ഥയെക്കുറിച്ചും നിങ്ങൾ ഈ ലെറ്ററിൽ എഴുതണം. കത്ത് എഴുതുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ ഡേറ്റും ദിവസവും നിങ്ങൾ മുകളിലെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് എഴുതണം. എന്നിട്ട് ഡിയർ, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേരും ഇടത്തെ സൈഡിലായിട്ട് എഴുതണം. എന്നിട്ട് നമുക്ക് കത്ത് എഴുതാം. ഡിയർ അമ്മു എന്നാണ് ഞാൻ ഫ്രണ്ടിൻ്റെ പേര് കൊടുക്കുന്നത്. ആദ്യം വിശേഷണങ്ങളാണ് കത്തിൻ്റെ തുടക്കത്തിൽ പറയേണ്ടത്. ഹൗ ആർ യു? നിനക്ക് സുഖമാണോ? ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ഫൈൻ അറ്റ് യുവർ ഹോം. നിൻ്റെ വീട്ടിൽ എല്ലാവരും സുഖമാണെന്ന് ഞാൻ കരുതുന്നു. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ടെൽ യു അബൌട്ട് അവർ വണ്ടർഫുൾ സ്കൂൾ ട്രിപ്പ്. നമ്മുടെ മനോഹരമായ സ്കൂൾ ട്രിപ്പിനെ കുറിച്ച് പറയാനാണ് ഞാൻ നിനക്ക് ഈ ഒരു കത്ത് എഴുതുന്നത്. വി ഓൾ മിസ്ഡ് യു എ ലോട്ട് ദാറ്റ് ഡേ. ഞങ്ങൾ എല്ലാവരും നിന്നെ ഒരുപാട് ആ ദിവസം മിസ് ചെയ്തു. ഐ വാസ് വെരി ഹാപ്പി വെൻ മൈ മദർ ഗേവ് മീ പെർമിഷൻ ടു ജോയിൻ ദി ട്രിപ്പ്. എൻ്റെ അമ്മ ഈ ഒരു ട്രിപ്പിൽ പോകാൻ വേണ്ടിയിട്ട് സമ്മതം തന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, സന്തോഷത്തിലായിരുന്നു. Gathered at school early in the morning and our headmaster gave us some important instructions. ഞങ്ങളെല്ലാവരും സ്കൂളിൽ അതിരാവിലെ തന്നെ ഒരുമിച്ച് കൂടി ഹെഡ് മാസ്റ്റർ ഞങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങളും നൽകി. Then we started our journey on a ship. എന്നിട്ട് ഞങ്ങളുടെ യാത്ര ഒരു ഷിപ്പിൽ തുടങ്ങി. It was my first time traveling by ship. എൻ്റെ ആദ്യത്തെ തവണയാണ് ഞാൻ ഷിപ്പിൽ യാത്ര ചെയ്യുന്നത്. And I felt a little sick at first. ആദ്യത്തിൽ എനിക്ക് കുറച്ചൊരു പ്രയാസമുണ്ടായിരുന്നു. ബട്ട് ലേറ്റർ ഐ എൻജോയ്ഡ് ഇറ്റ് വെരി മച്ച്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനത് നന്നായിട്ട് ആസ്വദിച്ചു.
ദ ഹോട്ട് സ്പ്രിംഗ് വാസ് അമേസിങ്. നല്ല ചൂടുള്ള കാലാവസ്ഥ, നല്ല അമേസിങ്, നല്ലതായിരുന്നു. ദ വാട്ടർ വാസ് വാം. വെള്ളം ചെറിയ ചൂടുള്ളതായിരുന്നു. ആൻഡ് വി ഹാഡ് ഗ്രേറ്റ് ഫൺ സ്വിമ്മിങ് ആൻഡ് പ്ലേയിങ് ഇൻ ദ സീ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു കടലിൽ സ്വിമ്മിങ് ചെയ്യുന്നതും കളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് വി ഹാഡ് അവർ ഓൺ പ്രൈവറ്റ് ബീച്ച്. ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ബീച്ച് കിട്ടിയതുപോലായിരുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. വി ആൾസോ സോ എ മാൻ ഹു വാസ് മേക്കിംഗ് എ ബിഗ് വുഡൻ. ഞങ്ങൾ ഒരാളെ വലിയൊരു വുഡൻ ഉണ്ടാക്കുന്നതും കണ്ടു. I learned that world is full of beautiful places and exciting experience. ഞാൻ നമ്മുടെ ഈ ലോകത്ത് നല്ല രസകരമായിട്ടുള്ള പ്ലേസുകൾ, സ്ഥലങ്ങളും അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങളുമാണുള്ളതെന്ന് ഞാൻ പഠിച്ചു. I will always remember the joy of traveling on the ship, the lovely views and the relaxing hot spring. ഞാൻ എപ്പോഴും യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഷിപ്പിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള സന്തോഷവും ഈ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഈ ഒരു ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ഇതൊക്കെ ഞാൻ എന്നും ഓർക്കും. അവർ ടീച്ചേഴ്സ് വെയർ കെയറിങ് ആൻഡ് മെയ്ഡ് ഷുവർ വി വെർ സേഫ് ആൻഡ് ഹാപ്പി. നമ്മുടെ ടീച്ചേഴ്സ് നല്ല കെയറിങ്ങും നമ്മൾ സുരക്ഷിതരാണോ എന്ന് ഉറപ്പ് വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. വൺ ഡേ വി ക്യാൻ ഗോ ഓൺ എ ട്രിപ്പ് ടുഗദർ ആൻഡ് ക്രിയേറ്റ് ഹാപ്പി മെമ്മറീസ്. നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം ട്രിപ്പിനായിട്ട് പോകാമെന്നും നമുക്ക് ഒരുമിച്ച് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. വിത്ത് ലവ് എന്ന സ്നേഹത്തോടെ നമ്മുടെ പേരും എഴുതുക. അടുത്തത് 6ാമത്തെ പ്രവർത്തനം പ്രൊഫൈൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഹെലൻ കെല്ലറിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പ്രൊഫൈൽ തയ്യാറാക്കണം. പ്രൊഫൈൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇവിടെ തന്നിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ സെൻറ്റൻസ് ആക്കിയിട്ട് ഓർഡറിൽ ഓരോ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഓർഡറിലാക്കി എഴുതിയാൽ പ്രൊഫൈലായിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി നോക്കാം. പ്രൊഫൈൽ എഴുതുമ്പോൾ നിങ്ങൾ ഹെഡിങ് ആയിട്ട് ആരുടെ പ്രൊഫൈലാണോ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ പേര് കൊടുക്കുക. ഇവിടെ ഹെലൻ കെല്ലറിൻ്റെ പ്രൊഫൈലാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഹെലൻ കെല്ലറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കുക. ഇവിടെ തന്നിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ചോദ്യം നോക്കാം. അടുത്തത് ആക്ടിവിറ്റി 7 എഡിറ്റിംഗ് ആണ്. ഹിയർ ഈസ് എ സ്റ്റോറി എബൌട്ട് എ ലിറ്റിൽ ഗേൾ. ഇവിടെ ചെറിയൊരു കുട്ടിയെക്കുറിച്ചുള്ള കഥ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. പക്ഷേ കുറച്ച് തെറ്റുകളുണ്ട് ഇവിടെ. റീഡ് ഇറ്റ് ആൻഡ് എഡിറ്റ് ഇറ്റ്. വായിച്ചിട്ട് തെറ്റുകൾ തിരുത്തുക. നമുക്ക് വായിക്കാം. വൺസ് അപ്പോൺ എ ടൈം ദർ ഈസ് എ ലിറ്റിൽ ഗേൾ നെയ്മഡ് ലീല ഹു ലവ്ഡ് ടു എക്സ്പ്ലോർ ദി വുഡ്സ് ബിഹൈൻഡ് ഹെർ ഹൗസ്. ഫസ്റ്റ് സെൻറ്റൻസിൽ 2 തെറ്റുകളുണ്ട് അല്ലേ. ഒന്ന് തെറ്റ് ഈസ് എന്നാണ്. വൺസ് അപ്പോൺ എ ടൈം ഒരിക്കൽ, ദർ ഈസ് എ ലിറ്റിൽ ഗേൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നാണ്. ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്. ഉണ്ടായിരുന്നു നമുക്ക് പാസ്റ്റ് ആണ് വേണ്ടത്. ഈസിൻ്റെ പാസ്റ്റ് എന്താണ്? വാസ് ആണ്. സോ ഇവിടെ ഈസ് തെറ്റാണ്, അവിടെ വാസ് എന്നാണ് വേണ്ടത്. ഇനി അടുത്തത് ഇവിടെ നെയിം ലീല എന്നുള്ളത് എൽ സ്മോൾ ലെറ്ററിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒരാളുടെ പേര് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. സെൻറ്റൻസിൻ്റെ നടുവിലാണെങ്കിലും ഒരാളുടെ പേര് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. ഇവിടെ എൽ നിങ്ങൾ ക്യാപിറ്റൽ എഴുതണം. അടുത്ത സെൻറ്റൻസ് വായിക്കാം. ഷീ ഫൗണ്ട് എ മാജിക്കൽ ട്രീ വിത്ത് ലീവ്സ്. അവളൊരു അത്ഭുതകരമായിട്ടുള്ള കുറച്ച് ഇലകളുള്ള ഒരു മരം കണ്ടു. ഇവിടെ ഇലകൾ എന്നാണ് വേണ്ടത്. ലീഫ് എന്ന് പറഞ്ഞാൽ ഇലയാണ്. അതിൻ്റെ പ്ലൂരൽ ലീവ്സ് എന്നാണ്. വി ആണ് വരിക. LEAVES എന്നാണ്. ലീഫിൻ്റെ പ്ലൂരൽ ലീവ്സ് എന്നാണ്. അടുത്തത് ക്യൂരിയസ്ലി ഷീ ടച്ച് എ ലീഫ്. അങ്ങനെ അത്ഭുതത്തോടെ അവൾ ഒരു ലീഫ് തൊട്ടു. ആൻഡ് ഇറ്റ് വിസ്പേർഡ് എ സീക്രട്ട് ടു ഹെർ എബൌട്ട് ദി ലാംഗ്വേജ് ഓഫ് ഫ്ലവേഴ്സ്. അങ്ങനെ തൊട്ടപ്പോൾ അവളോട് അതൊരു സീക്രട്ട് പറഞ്ഞു. പൂക്കളുടെ ഭാഷയെക്കുറിച്ചുള്ള ഒരു സീക്രട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രം ദെൻ ഓൺ ലീല കുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദി ഫ്ലവേഴ്സ് വാസ് സെയിങ്. അവിടെ നിന്ന് മുതൽ ലീലക്ക് എന്താണ് പൂക്കൾ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫ്ലവേഴ്സ് കഴിഞ്ഞിട്ട് വാസ് അല്ല വരിക. വാസ് എന്നുള്ളത് സിംഗുലറിൻ്റെ പാസ്റ്റ് ആണ്, അതായത് ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ്. ഇവിടെ നമുക്ക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് എണ്ണം ഉണ്ട് അല്ലേ, പ്ലൂരലാണ്. സോ ഇവിടെ വരിക എന്താണ്? വേർ എന്നാണ്. ആറിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള വേർ എന്നാണ്. WERE. ഷീ ഗ്രൂ അപ് ടു ബി ആൻ ബോട്ടാണിസ്റ്റ് ഷെയറിങ് ദി വിസ്ഡം ഓഫ് പ്ലാന്റ്സ് വിത്ത് ദ വേൾഡ്. അവളൊരു ബോട്ടാണിസ്റ്റ് ആയിട്ടാണ് വളർന്നത്. പക്ഷെ ഇവിടെ ഏൻ എന്ന് തെറ്റാണ്. ഇവിടെ എ എന്നാണ് വരിക. ഒരു ബോട്ടാണിസ്റ്റ് ആയിട്ട് അവൾ വളർന്നു. എ എന്നാണ് ആൻസർ.
സോ കുട്ടികളെ, നമ്മുടെ ചോദ്യ പേപ്പർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.